ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്ന് കമൻറ്റ് വായനയിടുന്നത് ചോദിച്ചായിരുന്നു സരിതയ്ക്ക് കലശലായ നീരുവീഴ്ച ഇന്നലെ മുതൽ. അത് തന്നെ പ്ലാനുകളൊക്കെ പൊളിഞ്ഞു. കിടന്നുറങ്ങാം. ഈ ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ പിന്നെ കമൻറ്റ് വായന കിട്ടില്ല. ഞാനിവിടേക്ക് വന്നു. അപ്പോൾ നമ്മുടെ ഉള്ളി കൃഷി കണ്ടില്ലേ, നല്ല വളർച്ചയായി. ചിലത് ഒരെണ്ണം ഇതിങ്ങനെ വീണ് വേണ്ട, എന്ത് പറ്റിയെന്ന് അറിയില്ല. അപ്പം നമ്മളിതിന് വേറെ വളങ്ങളൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല കേട്ടാ. നല്ല അസാമാന്യ വളർച്ച ഈ തടങ്ങൾക്കൊക്കെ ഇതിനുണ്ട് കേട്ടോ, ഈ എല്ലാത്തിനുണ്ട്. ഇതിനൊക്കെ പറഞ്ഞ പോലെ സരിത പറയുന്ന പോലെ തിരീശ ഇപ്പോൾ ചാണവെള്ളം ഒഴിച്ചു കൊടുക്കില്ല. ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ കണ്ട അങ്ങനെ കൊത്തി കളച്ച് കണ്ട ഇതേണ്ട ഇളക്കിയിട്ടുണ്ട്. ഇളക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ ഇടയിലേക്കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ കടലാപ്പിണ്ണാക്കും വേപ്പും പിണ്ണാക്കും ചാണം കൂടിയിട്ട് കലക്കിയിട്ടുള്ളത് പുളിപ്പിച്ചിട്ടുള്ളതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു സ്വൽപ്പേശ വീതം ഒഴിച്ചു കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ പുതിയ തടങ്ങൾ. നോക്കിയേ, ഇപ്പോൾ വെച്ച് നട്ടിട്ട് ഇപ്പോൾ ഒരു കറക്റ്റ് ഒരാഴ്ച ഉണ്ടായിട്ടല്ലോ. അപ്പോൾ ഒരാഴ്ച 8 ദിവസം ഉണ്ടായി. നല്ല വളർച്ചയായിട്ടാണ്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ വിശേഷം. ഞാൻ ഈ കുറേ സാധനങ്ങൾ നടാണ്ട് കുമ്മായ വാങ്ങിച്ചിട്ടുണ്ട്. കുമ്മായല്ല ഇത്തള്. ഒരു കൃഷി സ്ഥലത്ത് ഒഴിച്ചുകൂടാനാവാത്ത സാധനമാണ് കുമ്മായം. ഇത്തള് 5 കിലോനാ 180 രൂപ. കണ്ട അത് മറ്റൊരു ഇത് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാലേ ഇത് ഭയങ്കര തമാശയിലോ. ഈ തലകുമായത്തിൻ്റെ ഇടയിൽ പരസ്യം നന്ദലത്ത് ജി മാർട്ടിൻ്റെ പണ്ടിങ്ങനെ നമ്മുടെ കൃഷി സ്ഥലത്തിലേ ഈ ഇതേപോലെ വാങ്ങിച്ചുകൊണ്ടിരും. ഇവിടെ തൊട്ടടുത്തുണ്ട് ഇത്തള നീറ്റുന്ന സ്ഥലം. അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരും. കൊട്ടയിലാണ് വാങ്ങിച്ചിട്ട്. കൊട്ടയ്ക്ക് ഇത്ര 25 പൈസയാണ് എത്ര പൈസയാണ് കണ്ടിട്ടുള്ളൂ ഒരു കൊട്ട ഇത്തളിന്. ചില വാങ്ങിച്ചുകൊണ്ടിരുന്ന നമ്മുടെ നെല്ലും കണ്ടുണ്ട്. നെൽകൃഷിയിൽ അച്ഛനും അമ്മയും പറയും പുളിപ്പ് കളയാനെന്ന് പറയും. അതായത് കണ്ടത്തിലത്തെ പുളിപ്പ് കളയാൻ. പുളിവെള്ളം പോലുള്ള വെള്ളമാണ് ഈ കണ്ടത്തിൽ. ഈ നെല്ല് കൃഷി നന്നാവില്ല, നെല്ലുകളൊക്കെ നാശമായി പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് കളയാൻ വേണ്ടിയിട്ട് കുമ്മായം നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ കുമ്മായം ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ ഒരു 2-3 കൊട്ടയിൽ ഇങ്ങനെ കൂട്ടിയിടും. എന്നിട്ട് അമ്മ അതിലേക്ക് വെള്ളം തെളിക്കും. അപ്പോൾ വെള്ളം തെളിപ്പിക്കും. അതെ, ഇതിങ്ങനെ വെള്ളം തെളിക്കിട്ടാ നീറ്റ് ഇതിലേക്ക് വെള്ളം തെളിക്കും. നമ്മൾ കുഞ്ഞിയ ഗ്രാങ്ങളാണ് കേട്ടോ. നമ്മളൊക്കെ ചെറിയ പിള്ളേர்களായിരുന്നു നമ്മൾ. ആ സമയത്ത് ഇങ്ങനെ തെളിച്ച് ഇങ്ങനെ കുറച്ച് നേരം തെളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ അടുത്ത് ഇരിക്കും. നമ്മൾ ഇരിക്കുമ്പോൾ ഇതിൽ നിന്ന് പുക വരും. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം ഇങ്ങനെ മെല്ലെ മെല്ലെ പൊടിഞ്ഞ് വരും. അപ്പോൾ ഈ തിളക്കില്ല ഇതിങ്ങനത്തെ ഈ സാധനം ഇതൊക്കെ കണ്ട തോട് കണ്ട ഇതിങ്ങനെ പൊടിഞ്ഞിങ്ങനെ ഇടിഞ്ഞ് ഇങ്ങനെ നല്ല ഭംഗിയില്ല നീറ്റായിട്ട് അരിപ്പൊടി പോലെയായിട്ട് മാറും ഈ സാധനം വെള്ളം തെളിപ്പിക്കുമ്പോൾ. ഇപ്പോഴും ഇത് വെള്ളം തെളിക്കുമ്പോൾ എങ്ങനെയാണ് ഈ സാധനം പൊടിയുണ്ടെന്നുള്ള സത്യം ഇപ്പോഴും മനസ്സിലായിട്ടില്ല ശരിക്കും. കുറച്ച് കഴിയുമ്പോൾ പൊടിയും നമുക്ക് കാണാം. ജഗുവിനും അറിയാം ഇതിൻ്റെ ശാസ്ത്ര സത്യം. പൊടിയുന്നത് എന്തുകൊണ്ടാണ് അറിയില്ല. പലർക്കും അറിയില്ല ഇതെന്ത്. ഈ സരിത ഉണ്ടായതിൻ്റെ സരിത പറഞ്ഞു തന്നെ. പിന്നെ ഇവിടെ കായക്കോട്ട് കളിക്കുമ്പോൾ സരിത എനിക്കൊരു സാധനം വാങ്ങിച്ചു തന്നിട്ടുണ്ട്. എനിക്ക് ഈ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. കേട്ടാ എന്നതിൻ്റെ പേര് ഏസഡാ. ഭയങ്കര ശബ്ദമാണ്. നല്ല ഇതുണ്ട്. ഇതിനെന്ത് വിലയുണ്ട് ജഗ്ഗോ? 400 രൂപയാണ് ഇതിൻ്റെ വില. അപ്പോൾ പാട്ട് ഇത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പഴയ പാട്ടുകൾ ഇതിൽ കുത്തി വയ്ക്കേണ്ട സാധനം ഉണ്ട്. 10-350 പഴയ മലയാള പാട്ടുകൾ കേൾക്കാം. കറണ്ട് ഇല്ലോ അതില് ഇതല്ലേ? ഞാൻ നോക്കില്ലേട്ടെ. Welcome to MC Music World. Music.
പൊന്തിവരും സങ്കൽപ്പത്തിൻ പൊന്നശോകമലവനിയിൽ സുന്ദര വസന്തരാവിൻ ഇന്ദ്രനീല മണ്ഡപത്തിൽ കോപ്പിറൈറ്റ് ഉണ്ടാവും ഇത് ഞാൻ കട്ട് ചെയ്യാൻ പോവാ. അപ്പൊ എനിക്ക് പാട്ട് കേട്ട് നിന്റെ കൂടെ പോരുമോ നീ? അപ്പോൾ നല്ലതിൽ ഇപ്പോൾ ഞാൻ മൊബൈലിൽ പാട്ട് കേട്ടിട്ടാണ് ചെയ്യുക. മൊബൈലിലാകുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കൈക്കോട്ട് കളിക്കുമ്പോൾ അവിടേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കേൾക്കില്ല. ഇതാകുമ്പോൾ നല്ല രസമായിട്ട് കേൾക്കാം. ഇത്തവണ ചീര അങ്ങനെയാണ് ചെയ്തില്ല. ചീരയുണ്ട് അവിടെ, കട്ട ചീര വെച്ചിട്ടുണ്ട് മറ്റേ ഇവിടെ നിന്ന് വാങ്ങിച്ചു പോകണത്. അത് വലുതായി വരുന്നു. പക്ഷേ നമ്മൾ സാധാരണ ചീര സത്യത്തിൽ ചീര നടേണ്ട ആവശ്യമില്ല. ഇഷ്ടംപോലെ ചീര തൈകൾ, നൂറുകണക്കിന് ചീര തൈകൾ ഇങ്ങനെ മുളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മതി. പക്ഷേ ഒരു അടുക്കള തോട്ടത്തിന് ഒരു ഭംഗി കൊടുക്കുന്ന സാധനമാണല്ലോ ചീര ഉണ്ടാവണത്. അതൊരു വൃത്തിയിലുണ്ടാവണമല്ലോ ചീര. അപ്പോൾ ചീര കൃഷിക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ല. ഏറ്റവും നല്ലത് പശുവിൻ്റെ മൂത്രമാണ് ഏറ്റവും നല്ല വളം. പശുവിൻ്റെ മൂത്രം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ, ചാണം ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ചീര ഉണ്ടാവും. അപ്പോൾ ഒരാൾ പറഞ്ഞത് ചീരയ്ക്കുള്ള തടം ഒരു 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 ഇതിൽ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഓരോരുത്തർ പറയുന്നത് നമ്മൾ ചെയ്തിട്ടൊന്നുമില്ല. നമുക്ക് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടൊന്നുമില്ല. എന്തോരം വേണം വിൽപ്പനയ്ക്കുള്ള പറയുന്നുണ്ട് രീതി. നന്നായി കൊത്തി കളച്ചിട്ടേ മണ്ണിൽ കുമ്മായ ഇടാ. പിന്നെ ചാണപ്പൊടിയില്ലേ, ചാണപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒരു 5-10 ദിവസം നനച്ച് കൊടുക്കാമെന്ന്. എന്നിട്ട് വിത്ത് പാവണമെന്ന്. അപ്പോൾ ആ രീതിയാണ് ഇപ്പോൾ ഞാൻ ഇവിടെ ചെയ്യുന്നത്. കൊത്തി കളച്ചിട്ട് പാറ പോലെ സ്ഥലം കണ്ട. വേനൽക്കാലം തുടങ്ങിയല്ലോ. അപ്പോഴേക്ക് ഭൂമി കണ്ടില്ലേ ഇറങ്ങി. ഇതിൻ്റെ അടുത്ത് ഇത് രണ്ടും കണ്ട. നമ്മുടെ ഇതാണ് സുമ കൊള്ളീന് രണ്ടെണ്ണം നട്ടുള്ളൂ. ആവശ്യത്തിന് ഇത് മതി. രണ്ടും പൂപ്പെടുത്ത് നന്നായിട്ട്. ഇപ്പം ഇന്നാൾ നാട്ടിലല്ലോ. അടിപൊളി. സത്യത്തിൽ ഇത് ഞായറാഴ്ച അക്കാദമിക്ക് എല്ലാവരും കൂടി പോകണ്ടായിരുന്നു. അവിടെ എല്ലാവരും ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ പോയില്ല. അക്കാദമിയിൽ ഇറ്റ്ഫോക്ക് ഉണ്ട്, അന്താരാഷ്ട്ര നാടകോത്സവം. ലോകത്തുള്ള പല പല രാജ്യങ്ങളുടെ നാടകങ്ങൾ. ഇപ്പോൾ തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ പോലെ തൃശ്ശൂർ നടക്കുന്ന സാധനമാണ് അന്താരാഷ്ട്ര നാടകോത്സവം. ജനുവരി 25 തൊട്ടിട്ട് ഫെബ്രുവരി 1 വരെയാണ് നാടകം നടക്കുന്നത്. പല പല രാജ്യങ്ങൾ. നാളെ തൊട്ട് ടിക്കറ്റ് തിങ്കളാഴ്ച 5 തൊട്ട് ടിക്കറ്റ് കിട്ടും, ഓൺലൈനിലായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കാണാം. 90 രൂപയാണ് ഒരു ടിക്കറ്റിൻ്റെ പൈസ. മലയാള നാടകമുണ്ട്. ആലപ്പുഴയുള്ള ടീമുകളിലെ മാടൻ മോക്ഷം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാടകമുണ്ട്. അതെന്തായാലും കാണണം. മലയാള നാടകങ്ങൾ കുറവാണ്. പിന്നെ ബുധനാഴ്ച ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര മുടങ്ങിയത് സരിതരെ തുണിക്കടയിലേക്ക് തുണിയെടുക്കാനായിട്ട് സുഹൃത്തിലേക്ക് പോകാനായിട്ട് അന്ന് ഇന്ത്യ പ്രശ്നം കാരണം പോകാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ ബുധനാഴ്ച അങ്ങോട്ട് പോയി വീണ്ടും. അതിൻ്റെ ഇടയിൽ ഈ തേങ്ങയെടുത്ത നീരൊഴിച്ച് വന്നത് ഓരോ വക പുലിവാരി വരുന്നതേ. അപ്പോൾ ഈ മാറുതിരിക്കുന്ന അവിടെ താണത് അതിൻ്റെ കമൻറ്റ് വായിക്കാൻ പറ്റാത്തതിൽ വിഷമമുണ്ട്. സരിതാരച്ഛൻ്റെ പിറന്നാളിൻ്റെ ഇതിൽ സുജിചന്ദ്രന് സരിതാര അച്ഛനെ പറ്റിയിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അത് വായിക്കേണ്ട കമൻറ്റ് തന്നെയാണ്, കേൾക്കേണ്ടതാണ്. അപ്പോൾ ഭയങ്കര ഗംഭീരമായിട്ട് കമൻറ്റ്. അപ്പോൾ ഞാനത് കൊത്തി കളക്കട്ടെ. പിന്നെ ഇടയിൽ നമ്മുടെ കുമ്മായം അവിടെ പൊടിയുണ്ട്.
പൊടി കുമ്മായ തട്ടെ. ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര ചൂടാണ് കേട്ടോ. എത്രയോ ഡിഗ്രി ചൂട് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. കയ്യൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ പൊള്ളിപ്പോവും. കുറച്ച് പ്ലാസ്റ്റിക് കൂടി അവിടെ കൊടുക്കാനായിട്ട്. നാളെ കോർപ്പറേഷൻകാർ വന്നപ്പോൾ അത് മുഴുവൻ കൊണ്ടില്ല. 2 ചാക്കുണ്ടായിരുന്നു. ഒരു ചാക്കിലേക്ക് കൂടിയിട്ട് എല്ലാം കൂടി വാരി വെച്ച് സാരിതൻ്റെ ഈ പനി പിടിച്ച് കിടക്കണ എന്നെ ഇങ്ങോട്ട് വരുത്തണ്ട. വല്ല ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് ഈ കാപ്പി കുടിക്കാൻ ഇങ്ങോട്ട് വന്നൂടെ? എനിക്കല്ല കാപ്പിയില്ല, ജഗുവിനാണ്. ഞാൻ തന്നെ വെറുതെ വിളിച്ചു വരുത്തിയതാണ്. അതാ പറഞ്ഞത്. മുറിയിൽ ചടഞ്ഞു കൂടിയിരിക്കണ്ടേ? മുറിയിൽ ചടഞ്ഞു കൂടിയിരിക്കും. പണിയെടുക്കാൻ സമ്മതിക്കില്ല. ആര്? ചേട്ടൻ. കടാതെ ആകർഷിക്കുന്നു വേണം. ഞാനേ ചേട്ടൻ കുടിച്ചോത്തിരി ഞാൻ ആളുകൾക്ക് ഈ സാധനല്ലേ ഇത് പറഞ്ഞു കൊടുക്കായിരുന്നു. കാപ്പി. ഞാൻ ഈ സാധനേ ആളുകൾക്ക് പാട്ട് വെച്ച് നീ വാങ്ങിച്ചു തന്നാന്ന് പറയാ. ഞാൻ വേറെ വാങ്ങിച്ചു തന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്ന. ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അതിന് 800 ചില്ലറ രൂപയാ. അത് നല്ലതാട്ടാ. ഇത് നല്ല വെച്ചിട്ടാണ് ഞാൻ എല്ലാ ദിവസവും അത് വെച്ചിട്ടാണ് അടുക്കളയിൽ പണിയെടുക്കുക രാവിലെ. അപ്പൊ ചേട്ടന് അത് കണ്ടപ്പോ എനിക്കും വേണം പറമ്പിൽ പണിയെടുക്കുമ്പോ വെക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറമ്പിൽ കൊണ്ടിടാനില്ല. ചേട്ടൻ ആയകാരം ചിലപ്പോ വിശ്വസിക്കില്ല, ചിലപ്പോ ഇവിടെ ഇട്ടിട്ട് പോകും. എടുത്തോണ്ട് വില കുറവ്. ഇതിന് 450-500 അത്രങ്ങട്. പക്ഷെ അതിനേക്കാൾ ശബ്ദത്തിന് ഭയങ്കര സൗണ്ട്. അതിന് ഇതിന്റെ ഒരു ഇതെന്തിട്ടാ നെഗറ്റീവ് എന്തിട്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഇല്ല. സൗണ്ട് കുറച്ച് വെച്ചിട്ട് കേൾക്കണം എന്നുണ്ടെങ്കിൽ പറ്റില്ല. ഫോണിൽ നിന്നാണ് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്താണ് നമുക്ക് ഫോണിൽ കുറയ്ക്കാം. ഇതിലിപ്പോ ഒരു പെൻഡ്രൈവ് കുത്തി വെച്ചിട്ടാണ് പാടണേ. അപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫോൺ വെച്ചിട്ടാണെങ്കിൽ ചേട്ടാ ഫ്രീക്കനായിട്ട് നിൽക്കണ്ടല്ലോ. ഫ്രീക്കനായിട്ടാണ് മറ്റേ ജീൻസിന്റെ ട്രൗസർ. സജീവിന്റെ അല്ലേ? അതെ, അമലുവിന്റെയാ? അമലുവിന്റെയാ? ജീൻസിന്റെ ട്രൗസർ മുറിച്ചതാ? അല്ല, ജീൻസിന് സജീവിന്റെയാ? ഒരു ബനിയനിട്ടോടൊന്നുമില്ല, ഫുൾ സ്ലീവ് ഒക്കെ ഇട്ട് സ്റ്റൈലാണല്ലോ പണിയെടുക്കാറ്. ഇതിലത്തെ വാഴക്കല്ല ഓരോന്നോരോന്ന് പറക്കില്ലാണ്. ഭയങ്കര ടേസ്റ്റ് ഈ വാഴക്കല്ല. അപ്പൊ ഞാൻ ഒരെണ്ണല്ലേ നമ്മൾ പറിച്ചേ? രണ്ടെണ്ണം. നീ ഇപ്പൊ എന്തായാലും നാളെ കാലത്ത് പറഞ്ഞപ്പോ കാലത്ത് കഞ്ഞിക്കല്ലത് ഇത് പറിച്ചെടുക്കാം. ഒരെണ്ണം പറിക്കാം എന്തായാലും. എന്നിട്ട് ഇവിടെ നടാൻ പോണു ചേട്ടൻ? ഇവിടെ ചീരത്തടം സെറ്റാക്കാനാണ്. ഇപ്പോഴല്ല, ഒരു 10 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ചീരത്തടത്തിനെ ഞാൻ റെഡി ചെയ്ത് കുമ്മായം ചാണപ്പൊടി ഇട്ടിട്ട് നനച്ച് കൊടുക്കുക. ഒരാൾ പറഞ്ഞ രീതിയാണ് ചീരകൃഷിക്ക് മറ്റേ സാധനം മതി. നാളെ കാലത്ത് വാഴക്കല്ല വെച്ചതരുത. പനിയുണ്ടെങ്കിൽ കഞ്ഞിയും വാഴക്കല്ല ഉപ്പേരി അടിപൊളി. എനിക്ക് ബിരിയാണി തിന്നാൻ തോന്നുന്നു. ഇത് വെജിറ്റേറിയൻ ബിരിയാണിയാ? അല്ല, എനിക്ക് ബിരിയാണി തിന്നാൻ തോന്നാറേ ഇല്ല. എനിക്ക് ബിരിയാണി കഴിച്ച കാലം മറന്നു. ഇന്ന് വയ്യാണ്ടാവുമ്പോ ഇങ്ങനത്തെ ഓരോന്ന് തോന്നുന്നു, ഇങ്ങനത്തെ ഭക്ഷണം കഴിക്കാൻ.
നീ പറഞ്ഞാൽ മതി നമുക്ക് നാളത്തേക്ക്. ആ ചെറുത് മതി. ധാരാളം മതി. ഏയ് മഞ്ചേരി കുള്ളൻ വേണ്ട. അല്ലയുടെ നട്ടവിടുന്ന് മഞ്ചേരി കുള്ളനാണേ. നമുക്ക് ഇത് മതി എന്ന് പറയാം. നമുക്കിപ്പോൾ എന്തോരം വേണം? അല്ലയുടെ മാമ്പഴം നിന്നുണ്ട് കൊല്ലം. ലക്ഷ്മി ചേച്ചി എന്നതാ. അല്ല ഇത് ഉണങ്ങിയിട്ടുണ്ടാവും. ഉണങ്ങിയിട്ടില്ല. ഇതൊക്കെ പച്ച. അയ്യോ ഇത് തമിഴ്നാട്ടിലത്തെ എന്തിട്ട് മാമ്പഴം എന്ന് പറഞ്ഞ? നീലൻ. നീലൻ നീലൻ നീല മാമ്പഴം ഒന്ന് ചെത്തി ഇത് നോക്കാം. പക്ഷേ ടേസ്റ്റ് ഉണ്ടാവും അറിയില്ലേ. നീല മാമ്പഴം തിന്നാം. അല്ല എന്നെ പണിയുമ്പോൾ ഫോണിലല്ലേ പാട്ട് വയ്ക്കുക. മറ്റേ മെയിനായിട്ട് തുള്ളാതെ മനവും തുള്ളിലത്തെ അല്ല തുള്ളിലത്തെ പാട്ട് അതിലത്തെ പാട്ടിനെ എപ്പോഴും വയ്ക്കുക അല്ലേ. ആ പാട്ടാണ് മെയിനായിട്ട്. അല്ല 500 രൂപയ്ക്ക് ഇതിന് ഇതേപോലത്തെ ഒരെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബ്ലൂടൂത്ത് ചെയ്താൽ ഭയങ്കര സൗണ്ട് ഇനി. അതന്നെ ഞാൻ കുമ്പളങ്ങ കഴിയുമ്പോഴേക്കും അവലിക്ക് ഇത് കയറ്റി തുടങ്ങി. വേറെ കുമ്പളങ്ങ കുക്കുമ്പറിന്റെ എനിക്ക് പോയപ്പോ കുമ്പളത്തിന്റെ തൈ കിട്ടിയില്ലേ. പകരം മത്തങ്ങയില്ലേ മറ്റന്നാ വരും. മറ്റേ മത്തങ്ങ മറ്റേലത്തെ ഉണ്ടാവല് കഴിഞ്ഞിട്ടില്ല. അത് ഈ പന്തലുമില്ലല്ലേ. ഞാൻ വലിയ പന്തലുമില്ലിക്ക് അപ്പോഴേക്കും ചേട്ടൻ അതിലേക്ക് ഫാഷൻ ഫ്രൂട്ട് കയറ്റിട്ടുണ്ട്. അത് കയറ്റി കഴിഞ്ഞാൽ പിന്നെ ഇനി ഒന്നും ഉണ്ടാവില്ല. കുറച്ച് കൊല്ലങ്ങളോളം അതിന് ഞാൻ അവിടെ പന്തൽ വേറെയൊക്കെ അത് 4 കാര്യം ആക്കി. നല്ല മാമ്പഴം. നല്ല മണം. ഞാൻ എനിക്കിതിനല്ല കഴിഞ്ഞിട്ട് നോക്കിയോ. മധുരം ഉണ്ടോ നോക്കാം. ഇതിനെ മരണ്ട നല്ല മധുരണ്ട്. സരിത നോക്കിയേ. പനി കുഴപ്പമില്ലേ. പനിക്ക് മാമ്പഴം തിന്നാ. രാജലക്ഷ്മി കൊണ്ടുവന്ന മാമ്പഴാട്ട ജഗു നോക്കിയാ നല്ല രസമാണ്. അടിപൊളിയാ. ഞാൻ പനിയില്ല. എന്താ പറയാ സാധനത്തിന്റെ പേര് നല്ല ജലദോഷം. കുറച്ച് നേരത്തെ പനി തുടങ്ങി. ഞാൻ പനിയെ വിളിച്ചു. കുഴപ്പമില്ലല്ലേ. രസമുണ്ട് കേട്ടാ. നേരൊരു പുളിയുണ്ട്. ശരിക്കും പഴുത്തങ്ങ ഭയങ്കര മധുരം. ഞാൻ മത്തങ്ങ തൈയില്ലേ മറ്റേ ചോപ്പല്ലേ അത് ഞാനും വാങ്ങിച്ചിട്ടുണ്ട്. അവിടെ അതുള്ളോ മറ്റോടത്ത് ഞാനും സിമി ഇന്നലെ പോയിട്ട് നടന്നു പോലെ അല്ല അതിലുണ്ട്. അത് പറഞ്ഞു നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടം പോലെ പേര് വരുന്നുണ്ട് തൈ വാങ്ങിക്കാൻ. ചോപ്പ് മത്തങ്ങ ചോപ്പ് ഈ കണി വെള്ളരിക്കൊക്കെ വയ്ക്കില്ലേ ഉണ്ട കുഞ്ഞിത് ആ സാധനം. മറ്റന്നാ ചൊവ്വാഴ്ച വിത്തുകള് വരും തൈകള്. കുമ്പളങ്ങാരിയും കുക്കുമ്പറിലേക്ക് വരുന്നു. കുക്കുമ്പറിനില്ല. തണ്ണിമത്തൻ അവിടെ കട കുഞ്ഞിതുണ്ടായതുണ്ട 3 ഉണ്ടായതുണ്ടാ. തണ്ണിമത്തനാ എനിക്കുണ്ടായിട്ട് ഇങ്ങനെ കുഞ്ഞിതായിട്ട് രണ്ടെണ്ണം ഉണ്ടായിട്ടേ വലുതാവാൻ. കായപ്പക്കായ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ കായപ്പക്കായ പിടിച്ചിട്ടുണ്ട്. പിന്നെ കുമ്പളങ്ങ അവിടെ പിടിച്ചിട്ടുണ്ട്. പപ്പായ പിടിച്ചിട്ടുണ്ട്. പടവലയ്ക്ക് അവിടെ നോക്കിക്കേ ഇത് ഇത്രാശിയുള്ളൂ. പക്ഷെ വലിയ പന്തലിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ 2 പടവലത്തിന്റെ ആക്കിണ്ട് ഇത്രാശി ഉണ്ടായിട്ടുണ്ട്. വലിയ പന്തല നീക്കും വലിയ പന്തലിട്ടുള്ളൂ. ഞാൻ ആ പറമ്പ് ഫുള്ളായിട്ട് ഇടും കച്ചവടത്തിനെ. അതുമേ ഒരു പെണ്ണിന് വീഡിയോ കാട്ടി ആ പന്തലിൽ നിന്ന് അത് പൊട്ടിക്കുന്നത് എല്ലാ തരം അതുമില്ല നീണ്ട് കോവയ്ക്ക പറ്റത് ഒറ്റ പന്തലും അപ്പൊ കേടും കുറയും തോന്നുന്നുണ്ട്. പടവലം കയ്പക്കായ ഒക്കെ അല്ലേ. കോവക്കായ കോവക്കായ പടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് കോവക്കായും ഫാഷൻ ഫ്രൂട്ടും പടത്തി കഴിഞ്ഞ പെട്ടു ഫുള്ള് പടന്നു പോകും. കോവയ്ക്കായി ഞാനെന്ത് ചെയ്യാ കൊറേ ഇലകൾ ഇങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ വിടും. പഴയതായതേ ഇത് കോവക്കായ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. കിട്ടുന്നുണ്ട്. അധികം ഓവർ വലിപ്പല്ലില്ലത്. ചെറുത് പക്ഷെ നീളനുണ്ട്. അല്ല എൻ്റെ അടുത്ത് കൂടുന്ന ഒരു തണ്ടിൻ്റെ നീളൻ ഇത്രയ്ക്ക് പോകുന്നത് 2 എണ്ണം കിട്ടി.
എന്തായാലും അടിപൊളി. ഉമ്മായും നമുക്ക് ഇടുക. അത്രയ്ക്ക് മതി അവിടേക്ക്. ആ ജ്യൂസ് കൊല്ലുന്നത് ഞാൻ പറഞ്ഞില്ലേ കാൽക്കുലേറ്റ് കഴിഞ്ഞു. ഇനി ഇതിൽ ചാണപ്പൊടി ഇടും, എന്നിട്ട് നനച്ചു കൊടുക്കും. മോട്ടർ ചെന്നിട്ട് വിട്ടാൽ മതി സരിത. ആ തിരിച്ച് കഴിഞ്ഞപ്പോൾ ഈ മോട്ടർ വിട്ടോ. സരിത പോണ്, അവൾക്ക് ഇവിടെ നിൽക്കാനൊരു ഉന്മേഷമില്ല. വള്ളിപ്പയറിനുള്ള പന്തലിടുക. ഇവിടെ ഒരു ഊണ് കുഴിച്ചിരുന്നു, 4 തെങ്ങുമിലേക്ക് കയറെടുത്ത് കിട്ടുന്നു, 4 ഭാഗത്ത്. അപ്പൊ 4 തെങ്ങുമ്മയ്ക്ക് വളരൂ. തെങ്ങുമിലേക്കല്ലടാ, ഇവിടുന്ന് കയറ് അതിലേക്ക് കിട്ടും. അല്ല പയറ് വള്ളിപ്പയറല്ലേ? വള്ളിപ്പയറ് കയറ് മോടി ചുറ്റി വിടും പന്തലിടാനായിട്ടുള്ള. അപ്പൊ കയറ് മോടെ കയറ്റാൻ കൊണ്ടുപോവാ. അതെനിക്ക് ഒരു മാസം കഴിഞ്ഞാൽ ഈ കയറുമ്പോ നീ ഇതെങ്ങനെയുണ്ടായിരുന്നു ചോദിക്കുന്നു. നോക്കിക്കോന്നു. ഇതാണോ വയ്ക്കുമ്പോ? ഇതിവിടെ കുഴിച്ചിട്ടുണ്ട്. അതിവിടെ ഇന്നലെ 4 തെങ്ങുമ്മയ്ക്ക് കിട്ടും. കയറ് അങ്ങോട്ട് ഇങ്ങോട്ട് കിട്ടും. ഇത് മോടെ വള്ളി മോടെ അങ്ങോട്ട് ഇത് മിലിക്കും അത് മിലിക്കും. എത്ര പിടിച്ചു നോക്കിയോ നീ പയറ്. നമുക്ക് കുമ്പളങ്ങ വലുതായിക്കണ്ട, നോക്കിയേ അത്യാവശ്യം വലുതായില്ലേ കുമ്പളങ്ങ. ഒക്കെ ഉണ്ടാവുന്നുണ്ട് ആവശ്യത്തിന്. അതുപോലെ പപ്പായും വലുതായി കണ്ട, പപ്പായ വലുതായി, എല്ലാത്തിനും ഉണ്ടാവുന്നുണ്ട്. ദേശം കണ്ട നല്ല പൂട്ട് കണ്ട പോലെ ഇല്ലേ. നമ്മൾ കൊത്തി മറിച്ചിടാം. എല്ലാ ദിവസവും നനച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തടായി. പാറ പോലുള്ള സ്ഥലം നമ്മൾ മൃദുവാക്കി. കൊള്ളി ഉഷാറായിക്കോട്ടെ. നമ്മുടെ ചീര
കട്ടച്ചീര, നമ്മുടെ പയറ്, ഉള്ളിക്ക് ചെറുതായിട്ട് നനച്ച് കൊടുക്കാം. കാലത്ത് നനച്ചതാ. ഇനി ഒരു സാധനം കാണിച്ചു തരാട്ടാ. വെറുതൊരു തമാശ. അന്നേരം ഇല്ല അതല്ല, ഈ നമ്മുടെ കയ്പക്കായ നന്നായി പിടിച്ചു. ദൈവമേ, അത് തണ്ടും പിടിച്ച് നിൽക്കുക ഞാൻ. ഇനി ഇത് കുത്തില്ല, വലിപ്പമായില്ലോ. വലിപ്പമായി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു നടത്താം. ഇതിനുള്ളിൽ കുത്തുണ്ട്. അയ്യോ അത് പെട്ടു. പോട്ടെ, പോണത് പോട്ടെ, പ്രാണികൾ തിന്നട്ടെ. വേണ്ട, വലിപ്പമല്ലേ, വലിപ്പമായി. ഇത് വേറെ തന്നെ കേട്ടാ. ഇനി അവിടെ ഷീറ്റ് വിരിച്ചില്ലേ, നോക്കിയേ. ഇത് അവിടെ അങ്ങോട്ട് പോക്കോ ഓക്കെ. ഷീറ്റ് വേണ്ട. ഇത് നമ്മുടെ നടന്നു കഴിഞ്ഞാൽ വീഴുന്നനെ എല്ലാവരും പേടിച്ചോണ്ടത്. ഞാൻ ഓടാട്ടാ. ഇവിടെ നോക്കിയേ, ഓടിയാലും വീഴില്ല. അങ്ങോട്ട് ഓടിട്ടാ, ഉണ്ണി പിന്നിലേക്ക് പോയാലോ. നോക്കിയേ, ഇത് എങ്ങനെ ഓടിയാലും വീഴില്ല. വെള്ളം ഉണ്ടായാലും വീഴുന്നില്ല. പേടിക്കേണ്ടതില്ല. എല്ലാവർക്കും പേടി, വഴിക്ക് വീഴുമെന്നുള്ളൊരു പേടി. അപ്പം അങ്ങനത്തെ വീഴ്ച ചെയ്യുന്നില്ല കേട്ടാ. അതിശക്തമായി നമ്മുടെ തണ്ണിമത്തം നോക്കി വലുതാണ്. നോക്കിയേ കണ്ട. ആയി, ഇത് നല്ലൊരു കാഴ്ചയാണ് കേട്ടോ തണ്ണിമത്തൻ. ഇത്രയ്ക്ക് ദേ ഇവിടെ ഒരെണ്ണുണ്ട് കണ്ട. ഇത് മറ്റേ കിരണാണ്. ഞാൻ അപ്പുറത്തോടെ വന്ന് ദേ മറ്റേ ടൈപ്പ് ഉണ്ടായിക്കണം. നമ്മുടെ പണ്ടത്തെ നാടൻ തണ്ണിമത്തൻ ഉണ്ടാവണം കേട്ടെ. കണ്ട ഉണ്ടായിക്കണ്ട, കണ്ടില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കൃഷി വിശേഷങ്ങൾ. സരിതര പനി മാറട്ടെ, അല്ല പനിയിൽ നീര് വെച്ച് മാറട്ടെ. പിന്നെ ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴേ എനിക്കൊരു ഉഷാറ് കുറവ്. അപ്പോൾ നമുക്ക് നാളെ കാണാം.